റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കുടിയേറ്റം, പൗരത്വം അടക്കം ട്രംപ് ഒപ്പുവെച്ച ഉത്തരവുകൾ അമേരിക്കയെ മാത്രമല്ല മറ്റു രാജ്യക്കാരെയും വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. 200ഓളം എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലാണ് ട്രംപ് അധികാരമേറ്റയുടനെ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറും എന്നുള്ളത് തന്നെയാണ്. ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകി വരുന്ന ഫണ്ട് അനാവശ്യ ചിലവാണ് എന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ. ആരോഗ്യ സംഘടനയ്ക്ക് ധനസഹായം നൽകുന്നതിന് ചൈനയേക്കാൾ കൂടുതൽ പണം വാഷിംഗ്ടൺ അന്യായമായി നൽകുന്നുവെന്ന് വാദിച്ചാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പുറത്തു പോകാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചത്. ഇത് ലോകമാകെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുവെന്നാണ് അനുമാനം. ദരിദ്ര രാജ്യങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ഉപയോഗിക്കപ്പെടുന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ രീതി. അമേരിക്ക ഇതിൽ നിന്നും പിന്മാറുന്നതോടെ ലോകാരോഗ്യ സംഘടനയുടെ തന്നെ പ്രവർത്തനം താളം തെറ്റും. സംഘടനയെ ആശ്രയിച്ചു കഴിയുന്ന ദരിദ്ര രാജ്യങ്ങൾ ഇതോടെ പ്രതിസന്ധിയിലാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സൗത്ത് പോർട്ടിലെ ടേലർ സ്വിഫ്റ്റ് ഡാൻസ് ക്ലാസിൽ 3 പെൺകുട്ടികളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈ 29-നായിരുന്നു ദാരുണമായ സംഭവം നടന്നത്. അന്ന് 17 വയസ്സ് മാത്രമുണ്ടായിരുന്ന പ്രതി ബി കിങ്, എൽസി ഡോട്ട് സ്റ്റാൻകോപ്പ, ആലിസ് ദ സിൽവ അഗ്യുയാർ എന്നിവരെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവം രാജ്യത്ത് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം കത്തിപ്പടരാനും കാരണമായിരുന്നു. ലിവർപൂൾ ക്രൗൺ കോടതിയിൽ വിചാരണ നടക്കവെ 3 കൊലപാതകങ്ങൾ ഉൾപ്പെടെ 16 കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരനാണെന്ന് പ്രതി സമ്മതിച്ചു. പബ്ലിക് സ്പേസിൽ കത്തി കൈവശം കൊണ്ടു നടന്നതും ഭീകരപ്രവർത്തനത്തിന് സഹായിക്കുന്ന വിവരങ്ങൾ കൈവശം വെച്ചതും റൈസിൻ എന്ന മാരക വിഷവസ്തു നിർമ്മിച്ചതും അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കുമേൽ തെളിഞ്ഞിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്ക് സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ. സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണനയിലാണ് എന്നത് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകിയവയാണ്. പണിമുടക്കിയുള്ള സമരത്തിന്റെ സാഹചര്യം എന്തെന്നതാണ് ഉയർന്ന ചോദ്യം. ക്ഷാമബത്ത കുടിശ്ശിക കൊടുത്ത് തീർക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക തുടങ്ങിയവയാണ് പണിമുടക്ക് സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം. എന്നാൽ സമരപ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഇക്കാര്യങ്ങൾ സർക്കാർ പരിഗണിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്ഷേമബത്ത കുടിശ്ശിക കൊടുത്തിരിക്കുമെന്നും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയതാണ്. ചട്ടം 300 പ്രകാരം നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ വാക്ക് പോലും മുഖവിലക്കെടുക്കാതെയാണ് ജോയിന്റ് കൌൺസിൽ കൂടി വിഭാഗമായ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരമെന്നും ഗവൺമെന്റ് സൂചിപ്പിക്കുന്നു. ശബരിമല തീർത്ഥാടന കാലത്ത് പമ്പ സ്പെഷ്യൽ സർവീസുകൾക്കായി നൽകിയ ബസ്സുകൾ KSRTC അതത് ഡിപ്പോകൾക്ക് തിരികെ നൽകി. 2 മാസമായി ദീർഘദൂര ചെയിൻ സർവീസുകളടക്കം വെട്ടിക്കുറച്ചാണ് പല ഡിപ്പോകളും പമ്പ സർവീസിന് ബസ്സുകൾ നൽകിയിരുന്നത്. റാന്നിയിൽ ഫാസ്റ്റ് പാസഞ്ചർ പമ്പയിലേക്ക് മാറ്റിയതോടെ മുണ്ടക്കയം തിരുവനന്തപുരം റൂട്ടിൽ ഓർഡിനറി ബസ് വരെ അയക്കേണ്ടി വന്നു. ഹ്രസ്വദൂര ഫാസ്റ്റ് പാസഞ്ചർ റൂട്ടുകൾ സമാനമായ രീതിയിൽ ഓർഡിനറി സർവീസുകൾ അയച്ച് മറ്റു ഡിപ്പോകളും താൽക്കാലിക പരിഹാരം കണ്ടിരുന്നു. ഇതോടെ ചെയിൻ സർവീസുകൾ മുടങ്ങേണ്ട സാഹചര്യമുണ്ടായി. ബസ്സുകൾ തിരികെ വന്നതോടെ ഗ്രാമീണ മേഖലയിലേക്ക് അടക്കം നിർത്തിവെച്ചിട്ടുള്ള ഷെഡ്യൂളുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമായി മാറുന്നു. ജില്ലാതലത്തിൽ KSRTCയെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നടക്കം സ്വീകരിച്ച നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട റൂട്ടുകളിൽ പോലും സർവീസുകൾ തുടങ്ങാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കോവിഡ് കാലത്തടക്കം മുങ്ങിപ്പോയ ഷെഡ്യൂളുകളും പുനരാരംഭിക്കാനുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഷാരോൺ രാജ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തിയ ഗ്രീഷ്മയ്ക്ക് 1-ാം നമ്പർ. 2025 ശിക്ഷിക്കപ്പെട്ട് വനിതാ ജയിലിലെത്തിയ ആദ്യ പ്രതിയാണ് ഗ്രീഷ്മ. അതിനാൽ C1/25 എന്ന നമ്പറാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ശിക്ഷിക്കപ്പെട്ട 39 പേരെയാണ് വനിതാ ജയിലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. C39/24 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ അവസാന നമ്പർ. 23 പേരാണ് നിലവിൽ ശിക്ഷിക്കപ്പെട്ട സെല്ലുകളിലുള്ളത്. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കൊപ്പം 11-ാം നമ്പർ സെല്ലിലാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിട്ടുള്ളത്. 4 പേരാണ് ഈ സെല്ലിലുള്ളത്. മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്ക് സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി വരെ അപ്പീൽ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യതകളുള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചവരെയും താമസിപ്പിക്കുക. രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയ ശേഷമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റപ്പെട്ട സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളൂ. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണനകൾ ജയിലിനുള്ളിൽ ലഭിക്കുമെങ്കിലും ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണം ഉണ്ടാകും. ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതുവരെ ജാമ്യമോ പരോളോ ലഭിക്കില്ല. ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് കേസ് പരിശോധിക്കണം. കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയപ്പോഴാണ് ജാമ്യം റദ്ദാക്കി ഗ്രീഷ്മയെ വീണ്ടും ജയിലിലെത്തിച്ചത്. റിമാൻഡ് തടവുകാർക്കൊപ്പം പാർപ്പിച്ചിരുന്ന ഗ്രീഷ്മയെ ശിക്ഷ വിധിച്ചതിന് ശേഷമാണ് 11-ാം നമ്പർ സെല്ലിലേക്ക് മാറ്റിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ലിവർപൂൾ 2-1 ഫ്രഞ്ച് ക്ലബ് ലില്ലിനെ ആൻഫീൽഡിൽ പരാജയപ്പെടുത്തി. പ്രീ ക്വാർട്ടർ ഫൈനലിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. ജയത്തോടെ ലിവർപൂൾ ഗ്രൂപ്പിൽ 1-ാമതെത്തി. 34-ാം മിനിറ്റിൽ കർട്ടിസ് ജോൺസിന്റെ പാസിൽ നിന്നുള്ള ഗോളിൽ മുഹമ്മദ് സലാ ലിവർപൂളിന് ലീഡ് നൽകി. ക്ലബിനായി യൂറോപ്യൻ മത്സരങ്ങളിൽ സലായുടെ 50-ാം ഗോളായിരുന്നു ഇത്. 2-ാം പകുതിയിൽ ലില്ലെ തിരിച്ചടിച്ചു. 59-ാം മിനിറ്റിൽ ഒരു കളിക്കാരനെ പുറത്താക്കിയെങ്കിലും വെറും 3 മിനിറ്റിനുള്ളിൽ കനേഡിയൻ സ്ട്രൈക്കർ ജൊനാഥൻ ഡേവിഡിലൂടെ അവർ സമനില പിടിച്ചു. എന്നിരുന്നാലും മിനിറ്റുകൾക്കകം ലിവർപൂൾ ലീഡ് തിരിച്ചു പിടിച്ചപ്പോൾ റെഡ്സിന് വിജയം ഉറപ്പിച്ചു. ഹാർവി എലിയറ്റിന്റെ ഷോട്ട് ആയിരുന്നു ഗോളായത്. ഈ വിജയത്തോടെ ലിവർപൂൾ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയപ്പോൾ 13 പോയിന്റ് നേടിയെങ്കിലും ഗ്രൂപ്പിൽ 11-ാം സ്ഥാനത്ത് തുടരുകയാണ് ലില്ലെ. ഫ്രഞ്ച് ടീമിന്റെ തോൽവി അവരുടെ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ അവസാനിപ്പിച്ചു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.82 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്.
ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.